വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരണത്തിലേറി. പക്ഷെ ഭരണത്തിലേറി കഴിഞ്ഞിട്ടും ഇപ്പോഴും ഭരണത്തിലേറിയില്ല, ഇലക്ഷൻ ജയിച്ചു. അതെ, ഭരണത്തിലേറി നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടും അവർ ഭരണത്തിലേറി നമുക്ക് പറയാം അൺഒഫീഷ്യലി ആയിട്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും കടിപിടി തീർന്നിട്ടില്ല. ഇപ്പം ഒരു ഭാഗത്ത് ഹൈക്കമാൻഡ് ഡയറക്റ്റ് KC വേണുഗോപാൽ നടക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് ആന്ധ്രയിൽ കോൺഗ്രസ് എങ്ങനെ ഇല്ലാണ്ടായി, തമിഴ്നാട്ടിൽ കോൺഗ്രസ് എങ്ങനെ ഇല്ലാണ്ടായി, മറ്റ് പല സംസ്ഥാനങ്ങളും ജനഹിതം മറന്നെങ്ങാണ്ട് ഹൈക്കമാൻഡ് ഡയറക്റ്റ് അവർക്ക് വേണ്ടപ്പെട്ടവരെ കെട്ടിയിറക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പലയിടത്തും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലാണ്ടായി പോയത്. അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ കേരളത്തിലോട്ട് വരുന്നത്. VD സതീശൻ എന്ന് പറയുന്ന ഒരു ജനനായകൻ ഉണ്ടാകുമ്പോൾ ഇത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിലും തെരുവുകളിലടക്കം VD സതീശന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. ഇതൊക്കെ മറന്നുകൊണ്ട് KC വേണുഗോപാലിനെ പിന്നെ ഇറക്കുകയാണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഇനി? അത് ഹൈക്കമാൻഡ് ഇറക്കിയിട്ടില്ല. ഇവിടെ KC വേണുഗോപാൽ ഡയറക്റ്റ് ഇവിടെ കുറേ ആളുകളെ കെട്ടി ഇറക്കി, അത് കൂടെ KC വേണുഗോപാലിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാനും പ്രവർത്തനമാണ് നടക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനഹിതത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണം, എങ്ങനെയെങ്കിലും വളഞ്ഞ വഴി കൂടെ മുഖ്യമന്ത്രിയാകണം. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFനെ നയിച്ച VD സതീശൻ ആവണമെന്ന് വലിയ താല്പര്യത്തോടെ കാത്തിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് അദ്ദേഹത്തെ കെട്ടിയിറക്കാനുള്ള പരിപാടി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയില്ല. ഹൈക്കമാൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിട്ട് ഓരോരുത്തരെയും കണ്ട്, MLA-മാരെ കണ്ട് അവരുടെ അഭിപ്രായം ശേഖരിക്കുകയും MP-മാരെ കണ്ട് അവരുടെ അഭിപ്രായം ശേഖരിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേക അഭിപ്രായം ശേഖരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ UDFനെ നയിച്ച് അധികാരത്തിൽ വരെ എത്തിച്ച ശേഷം, അതും ഒരാൾക്കും പറയാൻ പറ്റാത്തത് 100-ൽ പരം സീറ്റ് കിട്ടുമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ശേഷം അദ്ദേഹത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഇവിടെ കലാപം ഉണ്ടാക്കാനും കോൺഗ്രസ് തന്നെ വലിയ വിള്ളലുണ്ടാക്കാനും ഭരണം എങ്ങനെ കിട്ടി, കഷ്ടപ്പെട്ട് കിട്ടി, ആ ജനങ്ങളെ പരിഹസിക്കുന്ന തുല്യമാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പം ഇതിനെതിരെ ജനങ്ങൾ തന്നെ, UDFൻ്റെ അണികൾ തന്നെ പല മേഖലകളിലായിട്ട് ഇപ്പം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ രംഗമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് എരുമേലിക്കടുത്ത് ആണ് ഇന്നലെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ അവിടെ നടന്നിരിക്കുന്നത്. അത് വ്യാപകമായ രൂപത്തിൽ കേരളത്തിൽ പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഒരു പ്രചരണം കൊടുങ്കാറ്റ് തന്നെ അഴിച്ചു വന്നിരിക്കുകയാണ്. ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരാളെ വെട്ടിക്കൊല്ലുന്നതിന് തുല്യമല്ലേ, അത്രയും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വർക്ക് ചെയ്ത് ഭരണം നേടിക്കൊടുത്ത ശേഷം അയാളെ വെട്ടിമാറ്റിയിട്ട് മുകളിൽ നിന്നൊരാളെ ഇറക്കിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള പരിപാടി അതൊരിക്കലും അംഗീകരിക്കില്ലല്ലോ. അപ്പം ജനങ്ങൾ എല്ലാ മേഖലകളിലും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധ പ്രകടനവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയ കത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് സിദ്ദിഖ്, ഇപ്പം നടൻ സിദ്ദിഖ് അടക്കമുള്ള പ്രമുഖരായ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒന്ന് വായിക്കാമോ നടൻ സിദ്ദിഖിൻ്റെ? എന്താണ് നടൻ സിദ്ദിഖ് പറയുന്നത്? അപ്പം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കാര്യമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉന്നതതല നേതാക്കൾക്ക് ഒരു വാക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ലഭിച്ച തിളക്കമാർന്ന വിജയത്തിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ജനങ്ങളെല്ലാവരും അല്പം ബേജാറിലാണ്. ശ്രീ പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധ നിലപാടുകളോടുമുള്ള എതിർപ്പാണ് കോൺഗ്രസ് ഇത്തവണ നേടിയ വിജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവുണ്ടെന്ന ഉറച്ച വിശ്വാസം കൂടെ ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റിൽ വിജയിച്ച് UDF അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരേ ഒരു നേതാവ്, സാമുദായിക നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങാതെ ഒരാളുടെ ഭീഷണിക്കും വഴങ്ങാതെ ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു നേതാവ്, അദ്ദേഹമായിരിക്കും ജനങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും ആ വിശ്വാസം തകർക്കരുത്. അധികാര വടംവലികൾക്കിടയിൽ ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയും മറ്റൊരാൾ ആ പദവിയിലേക്ക് വരരുത്. ഞങ്ങൾ സഹിക്കില്ല, പൊറുക്കില്ല, എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ ദീർഘമായി പോകുന്ന വലിയൊരു സംഭവമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ധാരാളം പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം വായിക്കും. ഫിലിപ്പ് ജോണിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. വളരെ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയാകാതെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന MP മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചാൽ MP സ്ഥാനം രാജിവെക്കുന്ന മണ്ഡലവും നഷ്ടമാകും. നിലവിലുള്ള ഏതെങ്കിലും MLA-മാരെ രാജിവെപ്പിച്ചു അവിടെ പോയി മത്സരിപ്പിച്ചു ജയിച്ചു MLA ആകാമെന്ന് കരുതിയാൽ ജനം അവിടെയും തോൽപ്പിക്കും.
ചത്ത് കിടക്കുന്ന CPM-ന് കിട്ടുന്ന ഒരു ഉണർവായിരിക്കും അത്. പയ്യന്നൂരും തളിപ്പറമ്പിലുമുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളെ ഉറച്ച കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ അവരെ പാർട്ടിയെ പാഠം പഠിപ്പിക്കുവാൻ മാറ്റി കുത്താമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അത് പുഷ്പം പോലെ സാധിക്കും. അതിന് 100% കോൺഗ്രസ്സുകാർ മാത്രമുള്ള മണ്ഡലമാണെങ്കിലും. അപ്പോൾ കിട്ടിയ ജയവും വോട്ടുകളും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് നേതൃത്വം കരുതേണ്ട. വിവേകത്തോടെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നേതൃത്വം നല്ല, ഇല്ലെങ്കിൽ പിന്നെ അനുഭവിക്കുക തന്നെ വേണം. എത്ര കൃത്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ്. കാരണം ഇപ്പോൾ കാണിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആൾക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് പുതിയ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ MP ആമാർ മത്സരിക്കേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ആ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പം അങ്ങേര് MP ആയ ആലപ്പുഴയിൽ നിന്ന് MP അദ്ദേഹം ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങി. ഇപ്പം ഇവിടെ സൗകര്യമായി ഇലക്ഷൻ ജയിച്ചു. ഇനിയിപ്പം ആരും ബുദ്ധിമുട്ടാതെ അങ്ങേർക്ക് മുഖ്യമന്ത്രി ആകാമെന്നുള്ള ആശയോട് കൂടി അതിനുവേണ്ടി ഒരാൾ രാജിവെച്ചുകൊണ്ട് വേണ്ടി വരും. അല്ല, ഇത് വളരെ ഗൗരവമായുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവമായ ഒരു അബ്ദുൾ അസീസ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ അബ്ദുൾ അസീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, നമുക്ക് വായിക്കാം. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ MLA-യും MP-യും മന്ത്രിയും പിന്നീട് പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗവും എല്ലാം ആയിട്ടുള്ള ആൾ. പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായി മുഖ്യമന്ത്രിയാകാൻ ഒരു ചാൻസ് ലഭിച്ചിട്ടുണ്ട് 2021. അദ്ദേഹം അതിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് എന്തൊക്കെ കാരണങ്ങളില്ലല്ലോ. ഇലക്ഷൻ തോറ്റു, ജയിച്ചാൽ ജയിച്ചു എന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു, തോറ്റുപോയി. അന്ന് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തിളക്കം കുറഞ്ഞു പോയതാണ് മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടു പോകാൻ കാരണം. മന്ത്രിസഭയ്ക്കെതിരെ പല ആരോപണങ്ങളും ഉയർത്താൻ കഴിഞ്ഞെങ്കിലും അവ കരയ്ക്കടുപ്പിക്കാനായില്ല. അതിന്റെ പ്രധാനം കാരണം രമേശ് തന്നെയാണ്. സ്വാഭാവികമായി ഭരണം തന്നിലെത്തിച്ചു വരും എന്ന ധാരണയിൽ അങ്ങേറ്റ അശ്രദ്ധയോടെയാണ് അദ്ദേഹം കാര്യങ്ങളെ സമീപിച്ചത്. ഉസ്മാനെ വിളിച്ചു. ഒരു ഫോൺ കോൾ കണ്ടകശനിയുടെ മൂർധന്യാവസ്ഥയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രതിപക്ഷം 41 അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമായി ഒതുങ്ങി. MLA-മാരുടെ പിന്തുണ ചെന്നിത്തലയ്ക്കായിരുന്നെങ്കിലും ഒരു ചാൻസ് കൂടി ലഭിച്ചില്ല. കാരണം വ്യക്തമാണ്, കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന സീറ്റ് കുറഞ്ഞു പോവുകയും ചെയ്തു. ഒരു അവസരം തന്നെ കൂടുതലാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ വരവ് അദ്ദേഹം 5 വർഷം കൃത്യമായി വിനിയോഗിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്തപ്പോൾ രമേശ് ജി മുഖ്യമന്ത്രി സ്വപ്നവുമായി ചാടിയിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ അനുചിതമായി. അദ്ദേഹം ശരിയായി പ്രവചിച്ചതുപോലെ MLA-മാരുടെ എണ്ണം ഇരട്ടിയിലധികവും താണ്ടി 102-ൽ എത്തി എന്നതും സ്മരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഒരവസരം നശിപ്പിച്ച് മറ്റൊരാളുടെ അവസരത്തിൽ കൈയിട്ട് വാരിയിട്ടാണെങ്കിലും മുഖ്യമന്ത്രി ആകണമെന്ന വാശി ഉള്ളതുപോലെ തോന്നുന്നു. 10-20 വർഷം സഭയിലുണ്ടായിട്ടും മറ്റൊരു ക്യാബിനറ്റ് പദവിയും സതീശൻ കൈയാളിയിട്ടില്ലെന്ന കാര്യം ചെന്നിത്തലയ്ക്കറിയാം. എന്നിട്ടും അയാൾക്ക് കിട്ടേണ്ട പദവി ചെന്നിത്തല കുറുകെ നിൽക്കുന്നത് വലിയ അപരാധമാണ്. ഈ തെരഞ്ഞെടുപ്പ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ചെന്നിത്തല ഒരുക്കമല്ലായിരുന്നു. 2021 മറ്റൊരാളില്ലാതിരുന്നിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുമില്ല. ഇക്കാര്യം കേരളത്തിന് അറിയാം. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശം ഉന്നയിക്കാൻ ഒരു തരത്തിലും ചെന്നിത്തലയ്ക്ക് അർഹതയില്ല. മുതിർന്ന നേതാവ് പലവിധ പദവികൾ പാർലമെന്ററി തലങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ചെന്നിത്തല സ്വേച്ഛയാ സതീശിന് വേണ്ടി വഴിയൊരുക്കി മാറി നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇമേജ് വർദ്ധിക്കുകയും KC വേണുഗോപാൽ അവകാശം ഉന്നയിക്കാൻ മടിക്കുകയും അതുവഴി ഏകകണ്ഠമായി നേതാവിനെ തെരഞ്ഞെടുത്ത് ജനങ്ങൾ നൽകിയ അധികാരത്തോട് നീതി പുലർത്താൻ UDF-ന് കഴിയുകയും ചെയ്യുമായിരുന്നു. വളരെ സന്തോഷം പകരുന്ന തീരുമാനമാകുമായിരുന്നു അത്. ജനങ്ങൾ ഏകകണ്ഠമായി UDF-നെ ഭരിച്ചിട്ടും ചവിട്ടുപടിക്കിപ്പുറം വാശിക്കാരനായ കുഞ്ഞിനെ പോലെ ചെന്നിത്തലയുടെ ഇരിപ്പ് അറപ്പുളവാക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം കാട്ടിക്കൂട്ടിയത് പഴയ ഉസ്മാൻ ഫോൺ വിളിയേക്കാൾ അരോചകമാണ്. ഗാന്ധിജിയുടെ പാർട്ടിയല്ലേ ഒഴിഞ്ഞു കൊടുക്കുന്നതും വലിയ മൂല്യമാണ്. അത് മനസ്സിലാക്കി ചെന്നിത്തല സ്വമേധയാ VD സതീശന് വേണ്ടി രംഗത്തിറങ്ങി യഥാർത്ഥ നേതൃഗുണം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലുപരി അപ്പോൾ പല കാര്യങ്ങളിൽ ഒരു നയമുണ്ട്. നാളെ ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാൽ അത് നശിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും ഒക്കെ മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ചേരില്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ട രമേശാണ്. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും ചാടിയിറങ്ങി രമേശിന് പിന്തുണ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി. മന്ത്രിസഭയിൽ അംഗമാകുന്നത് പോലെയല്ല മുഖ്യമന്ത്രിയായി ചെന്നിത്തലയെയും KC-യെയും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ രമേശ് ജിക്ക് കഴിയുമെന്നും സന്തോഷത്തോടെ സതീശനായി മാറിക്കൊടുക്കുമെന്നും കേരള ജനത പ്രത്യാശിക്കും. അത്തരത്തിൽ മുതിർന്ന നേതാവിൻ്റെ ഉത്തരവാദിത്തം എത്രയും വേഗം ഏറ്റെടുത്ത് മാതൃക കാണിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയും. വളരെ പെട്ടെന്ന് തീരുമാനമെടുത്താൽ നല്ല തരത്തിൽ അധികാരം നൽകിയ ജനങ്ങൾക്ക് നൽകാവുന്ന ഒരു സമ്മാനവുമാണ് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പാണ്. അപ്പം ഇതുപോലെയുള്ള 100 കണക്കിനല്ല 1000-കണക്കിന് കുറിപ്പുകളാണ് ഈ തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുകയാണ് ആർക്ക് വേണ്ടിയിട്ട്? നീതി നിഷേധത്തിന് ഒരു പാർട്ടിയിൽ നടക്കുന്ന നീതി നിഷേധത്തിന് അംഗീകരിക്കാൻ സാധാരണ പ്രവർത്തകർ മുതൽ എല്ലാ മേഖലകളിലുള്ള ആളുകൾ, സിനിമാ നടന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായും അല്ലാത്ത ആൾക്കാരെയും ഒരേപോലെ, സാംസ്കാരിക നയന്മാരും ഒക്കെ ഒരേപോലെ തന്നെ
വി.ഡി. സതീഷിന് വേണ്ടി കൃത്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അതല്ല എങ്കിൽ ഇനി അതിന് മറ്റൊരു തീരുമാനമാണെങ്കിൽ അത് കൊടും ചതിയായി തീരും എന്നുള്ളതാണ് സത്യം. അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ജനങ്ങൾ സ്വയം. മുമ്പ് VS വേണ്ടിയിട്ട് ഇറങ്ങിയ അതേ ജനം ഇപ്പോൾ വി.ഡി. സതീഷിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങാണ്. അത് തെരുവിലും ഇറങ്ങുന്നു, അതോടൊപ്പം സോഷ്യൽ മീഡിയയിലും ഒരേപോലെ കത്തുകയാണ് വി.ഡി. സതീഷിന് വേണ്ടി. ഇതിൽ മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇതിലിപ്പോൾ KC വേണുഗോപാലിന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പല പല ഉന്നത സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ അതിൽ നമ്മൾ വായിച്ചു 2016 കിട്ടി, 2021 തോറ്റു. അപ്പം അങ്ങനെ എല്ലാവർക്കും ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലും ചാൻസ് കിട്ടാത്ത ഒരേ ഒരു നേതാവ്, പലപ്പോഴും മാറ്റിയിറക്കപ്പെട്ട ഒരേ ഒരു നേതാവ്, അത് കഴിവുണ്ടായിട്ടും അതെ നേട്ടമുണ്ടാക്കിയിട്ടും അതെ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. ഈ വെട്ടിമാറ്റിയവരൊക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. അവർ സ്ഥാനം നേടി, പക്ഷെ വി.ഡി. സതീശൻ സ്ഥാനം നേടിയില്ല. എന്നിട്ടും ഉറച്ചു നിന്ന് അദ്ദേഹം പോരാടി അവസാനം ഒരു ആപത്ഘട്ടത്തിൽ പാർട്ടിയെ ഏറ്റെടുത്തു, UDF ഏറ്റെടുത്തു, നേതൃത്വത്തിൽ എത്തിച്ചതിന് ശേഷം അതിന് അവകാശികൾ വരുന്നത് നാണക്കേടാണ്, ലജ്ജാകരമാണ് എന്നാണ് പറയാനുള്ളത്. ഇതിൽ ഒറ്റക്കാലം കുറവാണ്, ആരാന്റെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 8 കാലം മമ്മൂഞ്ഞിന്റെ സ്വഭാവമായിട്ടാണ് ഇപ്പോൾ ആര് വന്നിരിക്കുന്നത്, KC വേണുഗോപാൽ വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പോട്ടെ, 2021 അദ്ദേഹം ഒരു സ്ഥാനം കിട്ടിയില്ല. പക്ഷെ അതിന്റെ തുടർച്ചക്കാരനായ ആൾക്ക് അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്ത് മാന്യമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകളെ അംഗീകരിച്ചു കൊടുക്കല്ലേ വേണ്ടത്, അദ്ദേഹത്തിന് നേട്ടത്തിനൊപ്പം നിന്നു കൊടുക്കല്ലേ വേണ്ടത്. അതിന് പകരം അദ്ദേഹത്തിന് അന്ന് കിട്ടിയില്ല, അന്ന് അദ്ദേഹം അവസരം ഉപയോഗിച്ചില്ല. പല ദുഷ്കരമായ പല പ്രശ്നങ്ങളുണ്ടാവും, അതിനൊക്കെ നേരിടാൻ കഴിവുള്ള ആളല്ലേ നേതാവ് എന്ന് പറയുന്നത്. അത്തരം എല്ലാ ദുഷ്കരമായ എല്ലാ കാര്യങ്ങളെയും നേരിട്ട് മറികടന്ന്, പ്രതിസന്ധികളെ മറികടന്ന് ഒറ്റ മുന്നണിയായി എല്ലാവരെയും പ്രചോദനം നൽകി ഭരണത്തിലെത്തിക്കാനായപ്പം എത്ര ആളുകളാണ് ചാടി വീണിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. എന്തൊരു സൗകര്യമാണ് ഇപ്പം. കഷ്ടപ്പെട്ടവൻ പുറത്ത്, അല്ല കഷ്ടപ്പെടാതെ മുകളിൽ നിന്ന് തിന്നാമെന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തെറ്റാണ്, ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം.